10ാം ക്ലാസ്സിൽ നമ്മുടെ IT ആറാമത്തെ ചാപ്റ്ററിലെ ലാസ്റ്റ് പാർട്ടിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇതോടുകൂടി നമ്മുടെ ഈ ഒരു പ്രാക്ടിക്കൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാണ്. ഇപ്പം നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ക്വാണ്ടം GS എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി രണ്ടാമത്തെ പാർട്ടിൽ പഠിച്ചു കഴിഞ്ഞതാണ് അല്ലേ. അപ്പോൾ ആ ഒരു സോഫ്റ്റ്വെയർ തന്നെ ഉപയോഗിച്ചിട്ട് ചെയ്യേണ്ട ഒരു എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റി അഥവാ അധിക പ്രവർത്തനം നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രവർത്തനമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ചെയ്യുന്നത്. ഒരു ചെറിയ വീഡിയോ ആണ്, നമുക്ക് പെട്ടെന്ന് ചെയ്തിട്ട് തിരിച്ചു വരും. നിങ്ങൾക്ക് എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റി ആയിട്ട് അഥവാ അധിക പ്രവർത്തനമായിട്ട് തന്ന ഒരു ഭാഗമുണ്ട്. നമ്മുടെ ഈ ചാപ്റ്റർ തന്നെ സോഷ്യൽ സയൻസുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണല്ലേ ഉള്ളത്. അപ്പോൾ നമ്മൾ കോണ്ടൂർ ലൈനിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് അല്ലേ. അതുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനമാണ് നമ്മളിവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യം നമ്മുടെ QGIS ഓപ്പൺ ചെയ്യുന്നു അഥവാ ക്വാണ്ടം GIS ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ ക്വാണ്ടം GIS ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ആപ്ലിക്കേഷനിലേക്ക് പോകുന്നു, എഡ്യൂക്കേഷനിലേക്ക് വരുന്നു. ഇവിടെ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ QGIS ഡെസ്ക്ടോപ്പ് എന്ന് കാണാം, അത് ഓപ്പൺ ചെയ്യുന്നു. ഓക്കെ, നമ്മുടെ QGIS ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ തന്നെ ഇവിടെ ഒരു വിൻഡോ ഉണ്ട്, ഇത് ഓക്കെ കൊടുത്താൽ മതിയെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ QGIS ഓപ്പൺ ആയി. നമ്മൾ ഇപ്പോൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് നേരെ ആദ്യം ഇത് ഓപ്പൺ ചെയ്ത ശേഷം നേരെ നിങ്ങൾ പോവേണ്ടത് ലെയർ എന്ന ഭാഗത്തേക്കാണ്. കാരണം നമ്മൾ ഇവിടെ ഒരു ലെയർ ആണ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ലെയർ എന്ന ഭാഗത്തേക്ക് പോകുന്നു. ഇവിടെ ആഡ് ലെയർ എന്നൊരു ഓപ്ഷൻ കാണാം. ക്രിയേറ്റ് ലെയർ അല്ല, ആഡ് ലെയർ ആണ്. ഈ ആഡ് ലെയർ ഓപ്ഷൻ നമ്മൾ ഇതുവരെ എടുത്തിട്ടില്ല, ആദ്യമായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ആഡ് ലെയർ എന്ന ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആഡ് വെക്റ്റർ ലെയർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ആഡ് വെക്റ്റർ ലെയർ എന്നത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലൊരു വിൻഡോ വരുന്നുണ്ട്. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, സോഴ്സ് എന്ന് പറഞ്ഞിട്ട് ഡാറ്റ സെറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണാം. ഇവിടെ ബ്രൗസർ ഉണ്ട്, ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. നിങ്ങളുടെ ഹോമിലേക്ക് വരുന്നു. ഇവിടെയാണ് നിങ്ങളുടെ ഹോം ഉണ്ടാവുക. ഹോമിലേക്ക് വരുന്നു. ഹോമിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ QGIS പ്രൊജക്ട് എന്ന ഒരു ഫോൾഡർ ഉണ്ട്, QGIS പ്രൊജക്ട്. ഈ QGIS പ്രൊജക്ട് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ കോണ്ടൂർ എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. ആ ഫോൾഡർ ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ നിങ്ങൾക്ക് contour.shp എന്ന് പറഞ്ഞിട്ടൊരു ഫയൽ കാണാം. ഓക്കെ, contour.shp ഇതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലാണ് കാണാൻ പറ്റുക. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഓപ്പൺ കൊടുക്കാം. ഓപ്പൺ കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ കോണ്ടൂർ ലൈന് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ആ ലെയർ ഇവിടെ ആഡ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഈ ഒരു ലെയറിൻ്റെ പ്രോപ്പർട്ടീസ് എടുക്കുന്നു. അപ്പോൾ ലെയറിൽ ഒന്ന് റൈറ്റ് ക്ലിക്ക് കൊടുക്കുക, എന്നിട്ട് പ്രോപ്പർട്ടീസ് എടുക്കുക. ഓക്കെ, അപ്പോൾ ലെയറിൻ്റെ പ്രോപ്പർട്ടീസ് എടുക്കുന്നു. നമ്മൾ ഇത് ഈ സ്റ്റൈൽ എന്ന് പറയുന്ന ഭാഗം എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. അതെ, നമ്മൾ ഇതിൻ്റെ മറ്റ് പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ഈ സ്റ്റൈൽ എന്ന് പറയുന്ന ഭാഗത്ത് നിറം മാറ്റാനും വലിപ്പം കൂട്ടാനും ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ. പക്ഷേ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് ഈ സ്റ്റൈലിന് തൊട്ട് താഴെയുള്ള ലേബൽസ് എന്ന് പറയുന്ന ഭാഗമാണ്. ഓക്കെ, അപ്പോൾ ലേബൽസ് എന്ന് പറയുന്ന ഭാഗത്തേക്ക് വരുന്നു. ഈ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ നിങ്ങൾക്ക് ഇവിടെ നോ ലേബൽസ് എന്നാണ് എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഈ നോ ലേബൽസ് എന്നുള്ളതിൻ്റെ സൈഡിലുള്ള ഈ ഒരു ഏറോ മാർക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ ഷോ ലേബൽസ് ഫോർ ദിസ് ലെയർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ഈ ഒരു ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. അത്രയും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, ലേബൽ വിത്ത് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ സൈഡിൽ ഒരു ഏറോ മാർക്ക് ഉണ്ട്. ഈ ഏറോ മാർക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 3 എണ്ണാണ് കാണാൻ പറ്റുക, ID, ഹൈറ്റ്, എലിവേഷൻ. ഇവിടെ എലിവേഷൻ കൊടുക്കുന്നു. ഓക്കെ, അത് കൊടുത്തതിന് ശേഷം താഴെ അപ്ലൈ എന്ന് കാണാം. ഈ അപ്ലൈ കൊടുക്കുന്നു, ഓക്കെ കൊടുക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കോണ്ടൂർ ലൈനുകളിലെ ഉയരം ഇവിടെ വന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ ഇതിനെ 3D രൂപത്തിലേക്ക് മാറ്റുകയാണ്. അതിനായിട്ട് നമ്മൾ ചെയ്യുന്നത് നേരെ റാസ്റ്റർ എന്ന് പറയുന്ന ഭാഗത്തേക്ക് പോകുന്നു. ഓക്കെ, റാസ്റ്റർ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് അനാലിസിസ് എന്ന് കാണാൻ പറ്റും. ഈ അനാലിസിസിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ DEM എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, DEM. ഈ DEM ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഒരു പുതിയ വിൻഡോ വന്നിട്ടുണ്ട്. ഇവിടെ ഇൻപുട്ട് ഫയൽ എന്നുണ്ട്, ഔട്ട്പുട്ട് ഫയൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഇൻപുട്ട് ഫയൽ എന്നതിന് നേരെ സെലക്ട് എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാം. ഈ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ QGIS പ്രൊജക്ട് എന്ന് പറയുന്ന ഒരു ഫോൾഡർ ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഈ QGIS പ്രൊജക്റ്റിനകത്ത് കോണ്ടൂർ എന്നതിനകത്ത് contour.asc, ഓക്കെ, ആ എക്സ്റ്റൻഷൻ മാറിപ്പോവരുത്, contour.asc അതാണ് നമുക്ക് വേണ്ടത്. അത് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതിവിടെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഔട്ട്പുട്ട് ഫയൽ എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്ക് എന്തെങ്കിലും ഒരു പേര് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കോണ്ടൂർ എന്ന് തന്നെ കൊടുക്കുകയാണ്. എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏകദേശം ഇതുമായി ബന്ധമുള്ള ഒരു പേര് കൊടുത്താൽ മാത്രം മതി. ഇത്രയും ചെയ്തതിന് ശേഷം നിങ്ങളുടെ കീബോർഡിലെ എൻ്റർ കീ ഉണ്ടല്ലോ, ആ എൻ്റർ കീ ഒന്ന് പ്രസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ ഫിനിഷ്ഡ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഇത് ഓക്കെ കൊടുക്കുന്നു. ഇതും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓക്കെ കൊടുത്താൽ മതി. ഇനി ഈ ഒരു വിൻഡോ നമുക്ക് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ, നമുക്ക് ആ ഒരു 3D ആയിട്ട് ഇത് കാണാൻ വേണ്ടിയിട്ട് പറ്റും. കാണാൻ നല്ല രസമുണ്ട്, അടിപൊളിയായിട്ട് നമ്മളിത് ചെയ്ത് കഴിഞ്ഞു.
ഇത്ര ചെയ്താൽ മാത്രം പോരാ, നിങ്ങളോട് ഒരു കാര്യം കൂടി പാർട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് പ്രിന്റ് എടുത്തിട്ട് വേണമെങ്കിൽ ക്ലാസ്സിൽ വെക്കാം എന്ന് പാർട്ടുണ്ട്. ഒരു വെറൈറ്റി അല്ലേ, ചെയ്തു നോക്കും. പലരും ഇതൊന്നും ഇങ്ങനെ ചെയ്യാറില്ല. എത്ര പേര് ചെയ്യും എന്നിട്ട് പ്രിന്റ് ഒന്നും എടുത്തിട്ട് വെക്കാറില്ല. നിങ്ങളുടെ ക്ലാസ്സിൽ തന്നെ ഇതൊക്കെ പ്രിന്റ് എടുത്തിട്ട് ഒട്ടിച്ച് വെച്ചാൽ ഒരു രസമല്ലേ. അപ്പോൾ അതെങ്ങനെയാണ് പ്രിന്റ് എടുക്കുക എന്ന് നോക്കാം. പ്രൊജക്ട് എന്ന് പറയുന്ന ഭാഗത്തേക്ക് വരുന്നു. പ്രൊജക്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ന്യൂ പ്രിന്റ് കമ്പോസർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഇതിന് മുമ്പിലുള്ള പ്രവർത്തനങ്ങളിൽ നമ്മൾ പഠിച്ചതാണല്ലേ ഇത്. അപ്പോൾ അതിവിടെ ഉണ്ട്. ന്യൂ പ്രിന്റ് കമ്പോസർ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മളോട് ഒരു പേര് ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും ഒരു പേരാണ്. അപ്പോൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ട് കോണ്ടൂർ എന്ന് തന്നെ ഞാൻ കൊടുക്കുകയാണ്. കോണ്ടൂർ എന്നൊരു പേര് കൊടുത്തു, ഓക്കെ പ്രസ് ചെയ്യുന്നു. അപ്പോൾ ഒരു പുതിയ വിൻഡോ വന്നിട്ടുണ്ട്. ഈ വിൻഡോ നമ്മൾ ഇതിനു മുമ്പ് പരിചയപ്പെട്ടിട്ടുണ്ട്. ഇവിടെ നമ്മൾ വേറെയും മാപ്പൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിനെന്താ വേണ്ടേ, ഇവിടെ ഒരു ആഡ് ന്യൂ മാപ്പ് എന്ന് പറയുന്ന ബട്ടൺ ഉണ്ട്. ഈ ബട്ടണൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, ചിലപ്പോൾ തിയറിയിലൊക്കെ ചോദിച്ചേക്കാം. ഈ ആഡ് ന്യൂ മാപ്പ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് ജസ്റ്റ് ഒന്ന് സ്ക്രീനിലൊന്ന് ഡ്രാഗ് ചെയ്യുന്നു. ഈ വൈറ്റ് ആയിട്ടുള്ള സ്ഥലത്തൊന്ന് ഡ്രാഗ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഈ ഒരു 3D രൂപം ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ തന്നെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ആഡ് ന്യൂ ലേബലിനെ കുറിച്ചിട്ട്. ഈ ആഡ് ന്യൂ ലേബിൾ ക്ലിക്ക് ചെയ്താൽ നമുക്ക് എന്തെങ്കിലും ഹെഡിങ്ങോ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ടൈറ്റിലായിട്ടൊക്കെ കൊടുക്കാം. ഇവിടെ ഒന്ന് ഡ്രാഗ് ചെയ്യുന്നു. ഇവിടെ ഐറ്റം പ്രോപ്പർട്ടീസ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ക്യൂജിസ് എന്നത് മാറ്റിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പേര് കൊടുക്കാം. ഞാനിവിടെ കോണ്ടൂർ എന്ന് കൊടുത്തു. ഇനി അത് ചെറുതാണ്, അപ്പോൾ അതിൻ്റെ വലിപ്പം കൂട്ടണമെങ്കിൽ ഇവിടെ ഫോണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ഫോണ്ട് എന്നത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് അതിൻ്റെ വലിപ്പം കൂട്ടാം. ഞാനിപ്പോൾ ഇവിടെ 36 കൊടുക്കുന്നു. ഫോണ്ട് മാറ്റണമെങ്കിൽ നിങ്ങൾക്ക് ഫോണ്ട് മാറ്റാം. ഇനി ഓക്കെ പ്രസ് ചെയ്യുന്നു. അപ്പോൾ അതവിടെ നല്ല വൃത്തിയിൽ വന്നിട്ടുണ്ട്. ഇനി എനിക്ക് വേണമെങ്കിൽ ഇവിടെ മറ്റൊരു ഓപ്ഷൻ ഉണ്ട്, ആഡ് ന്യൂ ലെജൻഡ്. ഇത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ നമുക്ക് ആ ഒരു ലെജൻഡ് ഇത്തരത്തിൽ ഡ്രാഗ് ചെയ്ത് ആഡ് ചെയ്യാം. ഓക്കെ, ഇനി ഇതിലെന്തെങ്കിലും എഡിറ്റ് ചെയ്ത് മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിലും ഇവിടെ ഐറ്റം പ്രോപ്പർട്ടീസിൽ നിങ്ങൾക്ക് മാറ്റം വരുത്താവുന്നതാണ്. തൽക്കാലം ഞാൻ ഇത്ര ചെയ്യുന്നു. നിങ്ങൾക്ക് മാറ്റമൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം വരുത്താൻ പറ്റുന്നതേ ഉള്ളൂ. ഇത് നേരെ നിങ്ങൾക്ക് പ്രിന്റ് എടുക്കാം. അപ്പോൾ പ്രിന്റ് എടുക്കാനായിട്ട് കമ്പോസർ എന്ന് പറയുന്ന ഭാഗത്തേക്ക് വരുന്നു. ഇവിടെ നിങ്ങൾക്ക് നേരിട്ട് പ്രിന്റ് എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങളുടെ പ്രിന്റർ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് പ്രിന്റ് എടുക്കാം. ഇനി അങ്ങനെ അല്ല എങ്കിൽ നിങ്ങളുടെ ഫോൾഡറിൽ നിങ്ങൾക്കിത് എക്സ്പോർട്ട് ചെയ്ത് സൂക്ഷിക്കാൻ പറ്റും. നമ്മൾ ഇതിനു മുമ്പുള്ള പ്രവർത്തനത്തിൽ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പോർട്ട് ആസ് PDF എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഓക്കെ, എക്സ്പോർട്ട് ആസ് PDF. ഞാൻ എന്തായാലും എൻ്റെ ഫോൾഡറിൽ സേവ് ചെയ്യാണ്. അപ്പോൾ എക്സ്പോർട്ട് ആസ് PDF കൊടുത്തു. എന്നിട്ട് ഞാൻ ഡെസ്ക് ടോപ്പിൽ 10 day എന്ന് പറയുന്ന ഫോൾഡർ ഓപ്പൺ ചെയ്തു. ഇവിടെയാണ് ഞാൻ സേവ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പേര് കൊടുക്കണം. ഞാൻ തൽക്കാലം കോണ്ടൂർ എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. എന്നിട്ട് സേവ് ബട്ടൺ ഉണ്ട്. സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമ്മുടെ പ്രവർത്തനം കംപ്ലീറ്റ് ആയി. ഞാനിത് ക്ലോസ് ചെയ്യാണ്. ഓക്കെ, എല്ലാം ക്ലോസ് ചെയ്തു. ഞാൻ എൻ്റെ ഫോൾഡർ ഓപ്പൺ ചെയ്ത് നോക്കുന്നു. ആ ഫോൾഡറിനകത്ത് ഇവിടെ contour.pdf എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ ലാസ്റ്റ് ചെയ്ത് സേവ് ചെയ്ത ആ ഒരു PDF കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ 6ാമത്തെ ചാപ്റ്ററിലെ പ്രാക്ടിക്കലും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. തിയറി വീഡിയോകളുണ്ട്. തിയറി വീഡിയോ ഇനി വരും ദിവസങ്ങളിൽ വന്നോളും. അപ്പോൾ അതും കാണാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇതുവരെ ഇറ്റ്സ് മീ ദർശൻ. ഗുഡ് ബൈ.